മാറാത്തത് ഇനി മാറും എന്നുള്ളൊരു മുദ്രാവാക്യമാണ് കൊടുത്തത്. അവിടെയാണ് എനിക്ക് പ്രധാനമന്ത്രിയോട് 2-3 ചോദ്യങ്ങളുള്ളത്. എങ്ങനെ മാറണമെന്നാണ് പറയുന്നത്? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ, അതായത് പെട്രോളിൻ്റെ വില 100 രൂപ കടത്തിയ, ഗ്യാസിൻ്റെ വില 1000 രൂപ കടത്തിയ, വാണിജ്യ ഗ്യാസിൻ്റെ വില 3000 രൂപ കടത്തിയ, ഡോളറിനുമായിട്ട് രൂപയുടെ മൂല്യം 100 രൂപയ്ക്ക് അടുത്തെത്തിച്ച ഈ NDA സർക്കാർ ഇനി കേരളത്തിൽ എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? എങ്ങനെയാണ് കേരളം മാറേണ്ടതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, കേന്ദ്ര സർക്കാർ പദ്ധതി ഈ കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ 2 കണക്കുകൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. എന്താണ് കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതികളിൽ സംഭവിച്ചിരിക്കുന്നത്? 52,000 കോടിയുടെ കുറവാണ് വിവിധ കേന്ദ്ര പദ്ധതികളിൽ നിന്ന് കേരളം കഴിഞ്ഞ 10 വർഷത്തിന് കേരളത്തിന് നഷ്ടം. ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല. GST നമുക്ക് ഫിനാൻസ് കമ്മീഷൻ്റെ പുതിയ മാനദണ്ഡത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകേണ്ട കേന്ദ്രവിഹിതത്തിൽ 52,000 രൂപയുടെ കുറവ് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട്. ഞാനൊരു കണക്ക് പറയാം. കേരളത്തിൽ എത്രയാണ് കേന്ദ്രവിഹിതം? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയാണ് കേന്ദ്രവിഹിതം എന്നതിൻ്റെ കണക്ക് കൂടി നമ്മൾ എടുത്തു പോകണം. അത് പറയുമ്പോഴാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുക. കേരളം പിടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഈ കണക്കുകൾ, കേരളം ഓർമ്മിച്ചിരിക്കേണ്ട കണക്കുകളുണ്ട്. ആ കണക്കുകൾ ഇങ്ങനെയാണ്. കേരളത്തിന് കേന്ദ്രത്തിൻ്റെ വിഹിതം 27%. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് നോക്കൂ. അതേസമയം ബീഹാറിൽ, NDA ഭരിക്കുന്ന ബീഹാറിൽ 74%. 74%. കേരളത്തിന് കിട്ടിയ കേന്ദ്രവിഹിതം 27%. ഇനി ത്രിപുരയിൽ, അതായത് ഇന്ന് ത്രിപുരയെക്കുറിച്ച് കൂടി പറഞ്ഞു. CPM-ൻ്റെ ഭരണം അവസാനിപ്പിച്ച് അവിടെ BJP വരുമ്പോൾ ത്രിപുരയിൽ 73%. ഇനി ആസാമിൽ 63%. മധ്യപ്രദേശിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം 55%. കേരളം വരുമ്പോഴോ 27%. ബാക്കി 73% ആരുണ്ടാക്കണം? കേരളം തനത് നികുതിയിൽ നിന്ന് കണ്ടെത്തണം. പക്ഷേ കേരളം വീണോ? കേരളം വീണില്ല. പെൻഷൻ കൊടുത്തില്ലേ? കൊടുത്തു. ഏതെങ്കിലും ഭക്ഷ്യക്ഷാമത്തിന് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ട്രഷറി അടഞ്ഞു കിടന്നോ? കിടന്നില്ല. നെൽകർഷകരുടെ വിഷയത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറയുമ്പോഴും പാഡി റെസിപ്റ്റ് ഷീറ്റ് ഇറക്കിയില്ലേ? ഇറക്കി. ഏതു മേഖലയിലാണ് കേരളം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ദേശീയപാത വികസനത്തിന് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ 6000 കോടി കൊടുത്തു ദേശീയപാത വികസനത്തിന് വേണ്ടി. ആ കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരള സർക്കാർ അമാന്തം കാണിക്കുന്നുവെന്ന്. പക്ഷെ നോക്കൂ, മലയോര പാതകൾ, ദേശീയ പാതകൾ, തീരദേശ പാതകൾ, നമ്മളുടെ ജല മെട്രോ, വാട്ടർ മെട്രോ, എത്രയെത്ര പദ്ധതികളാണ് കേരളത്തിൽ. ഗെയിൽ പദ്ധതി, ഇതിലെല്ലാം സ്ഥലമേറ്റെടുക്കുന്നതടക്കം പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നിട്ട് നിന്നൊരു സർക്കാരല്ലേ ഈ സർക്കാർ. അതുകൊണ്ട് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, പ്രധാനമന്ത്രി പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളതാണ് എൻ്റെ 2ാമത്തെ വാദം. 3ാമത്തത്, മാറണമെന്ന് പറഞ്ഞു. എങ്ങനെ മാറണമെന്ന അഹമ്മദാബാദിനെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ യാത്ര ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. അന്ന് പത്രത്തിൻ്റെ താളുകളിൽ പോലും ഗുജറാത്തിൽ BJP ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അഹമ്മദാബാദിനെയും കേരളത്തെയും, നമുക്ക് ഗുജറാത്തിനെയും കേരളത്തിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഈ ഗുജറാത്ത് രീതിയിലേക്ക് കേരളം മാറുന്നതിനെക്കുറിച്ച്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേരളം മാറുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അവിടെ എലികളും നായകളും കൂട്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ സർക്കാർ ആശുപത്രി സംവിധാനത്തിലേക്കാണോ കേരളം മാറേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ കണ്ടതല്ലേ, ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടതല്ലേ. ആ ദൃശ്യങ്ങളിൽ ഉത്തർപ്രദേശിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി കേരളം മാറേണ്ടത് എങ്ങനെയാണ്? വയനാട്, ചൂരൽമല, മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി കേരളം കാത്തിരിക്കുമ്പോൾ, കേരളത്തിലെ മനുഷ്യർ സ്വയം പിരിച്ചുകൊടുത്ത പൈസ ഉപയോഗിച്ച് അവിടെ നിർമ്മിക്കുമ്പോൾ പലിശയ്ക്ക് വേണ്ടിയിട്ട് വായ്പയായിട്ട് പണം അനുവദിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. വായ്പയായിട്ടാണ് പണം കൊടുത്തിരിക്കുന്നത്. ചൂരൽമല, മുണ്ടക്കൈ ദുരന്തബാധിത, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അവിടെ എത്തിയ കുട്ടിയെ ചേർത്ത് പിടിച്ച് മടങ്ങിപ്പോയതല്ലാതെ ഒരു കാശിൻ്റെ വലിയ രീതിയിലുള്ള ദുരിതബാധിതർക്കുള്ള ആശ്വാസം കൊടുക്കാൻ ഈ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു പ്രധാനമന്ത്രി. വിഴിഞ്ഞത്തെ പൈസ കൊടുത്തിരിക്കുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ. പണം പലിശയ്ക്കല്ലാതെ കൊടുക്കേണ്ടടുത്ത് പലിശയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പലിശയ്ക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തൂത്തുക്കുടിയിൽ ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖത്ത് കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തിരിക്കുന്നത് തിരിച്ചടക്കേണ്ടാത്ത പൈസയായിട്ടാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടതാണ്. അത് സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ വിഴിഞ്ഞം പദ്ധതി കൊടുക്കുന്നത്. എന്നിട്ടാണ് ആ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഇന്ന് പ്രധാനമന്ത്രി പറയേണ്ടത്. അപ്പോൾ കേരളം മാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. തൊഴിലുറപ്പ് പദ്ധതി നല്ല വൃത്തിയാവണ്ണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ 100% കേന്ദ്രത്തിൻ്റെ വിഹിതം 60% വെട്ടിക്കുറച്ച കേന്ദ്രത്തിൻ്റെ മാതൃകയിലേക്കാണോ
കേരളം മാറേണ്ടത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായി 1142 കോടി കിട്ടാത്ത കേന്ദ്ര സർക്കാരിന്റെ പോളിസിയിലേക്കാണോ കേരളം മാറേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഗുജറാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും കുറച്ച് പട്ടിണിക്കാരുള്ള ഒരു നാടാണ് കേരളം. പട്ടിണിക്കുറവുള്ളവരുടെ നാടെടുത്ത് നോക്കിയാൽ 16-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ, പട്ടിണി നിർമ്മാർജ്ജനം നടത്തിയ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം തുടരണമോ എന്നുള്ള ആണ് ചോദ്യം. 2, സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം അതേ നിലയിൽ തുടരണോ അതോ 9-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണോ എന്നതാണ് ചോദ്യം. ശിശുമരണ നിരക്കിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 17-ാം സ്ഥാനത്തേക്ക് താഴണോ മാറണോ എന്നതാണ് ചോദ്യം. ശുചിത്വ സൗകര്യത്തിന്റെ കാര്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 18-ാം സ്ഥാനമുള്ള ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. ഈ കേരളത്തിൽ നടത്തിയ PSC നിയമനങ്ങളിൽ മൊത്തം PSC നിയമനങ്ങൾ എടുത്തു നോക്കിയാൽ രാജ്യത്തെ മൊത്തം PSCകളിൽ നടത്തിയ നിയമനത്തിന്റെ 80% കേരളത്തിൽ നടത്തിയ കേരളമായി തുടരണമോ, 10% പോലും കേരളത്തിന്റെ അത്ര PSC നിയമനം നടത്താത്ത ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം തുടരുമ്പോൾ പവർ കട്ടുള്ള സംസ്ഥാനമായി കേരളം മാറണമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് കേരളം പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന തിരിച്ചുള്ള ചോദ്യങ്ങളാണ്.